വരുന്നുണ്ട്. ആ ചേട്ടാ ഒരു ഡബിൾ ബുൾസൈ. എന്താ വൈകി? ചേട്ടാ സെയിം. ഇവന് പൂക്കളും പ്രിന്റുള്ള ചെട്ടി വേണം. അത് തപ്പി നടന്നതാ. പൂമ്പാറ്റയും തേനീച്ചയൊക്കെ വന്നിരിക്കൂട്ടാ. നല്ലല്ലേ? പൂമ്പാറ്റ തേനീച്ച കൂൾ. ഫണ്ടർ എന്താടാ? ഓമനക്കുട്ടൻ ആളൊരു സംഭവമാണ്. ക്യാഷ് എടുത്ത് വീശല്ലേ. നീ ബിസിനസിനെ കുറിച്ച് സംസാരിച്ചോ? ആള് ഫുൾ ബിസിയാ. വിത്തിൻ 2 days ഫസ്റ്റ് സിറ്റിംഗ് നടക്കും. ഈ പറയുന്ന പരിപാടി എന്തായാലും നടക്കാൻ പോകുന്നില്ല. ഓ എന്ത് പറഞ്ഞാലും മുടക്കം പറഞ്ഞോളൂ. ബി പോസിറ്റീവ് മാൻ. പോസിറ്റീവായിട്ട് ഈ ബുൾസൈൻ കയറ്റി. അവന്റെ പൊന്മുട്ടയിടുന്ന തറവേ നിനക്ക് വേണ്ടി മുട്ടയിടുന്നവനെ സഹിക്കണില്ല. അതെ, അവനിടുന്ന മുട്ട കൊണ്ട് അവന്റെ മൂലക്കുരുവെങ്കിലും മാറിയാൽ മതിയായിരുന്നു. അളയാ, ഓ നീ മറ്റേ സാധനം പടച്ചേ. ഏത്? മറ്റേ പുതിയ സാധനം പടക്കടാ. കേക്കട്ടെ? ഓക്കെ. ഞാൻ തീരുമാനിച്ചോളി. ഓമനക്കുട്ടനുമായി ചെയ്യാനുള്ള പുതിയ ബിസിനസ് ഞാൻ ഡിസൈഡ് ചെയ്തു. നന്നായിരിക്കും. നിനക്ക് വേറെ നീ പണിയില്ലേ? മിണ്ടരുത്. വായ ഓർന്ന് ഞാൻ നെഗറ്റീവ് മാത്രം പറയുള്ളൂ. അല്ലെങ്കിൽ ഓമനക്കുട്ടൻ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് വിഴുകാനൊന്നും പോകണ്ട. ഏതായാലും സിനിമ കഴിഞ്ഞിട്ട് വിഴിഞ്ഞാ പോരെ. പോയി ടിക്കറ്റ് എടു. നീ ആ സണ്ണി വിളിച്ചവനെ ടിക്കറ്റ് എടുക്കണോന്ന് വെച്ചേ. ഓ ചേഞ്ച് കഴിഞ്ഞിട്ട് എപ്പോ വരാനാ? എടോ ഇവിടെ 3G ഇല്ലേ? എടോ 3G ഇല്ലേ ഇവിടെ? 3G ആ ഓ എന്റെ ഫോണിലുണ്ടല്ലോ. ഉണ്ടല്ലോ ഇല്ലേ? ആ അതാണ്. പണിയുണ്ട്. പോസ്റ്റ് പോസ്റ്റ് തുറക്ക്. Let's try something different today. കൊള്ളാല്ലേ? എന്താ അവൻ ഒന്നുകൂടെ വിളിച്ചു നോക്കിയേ. എന്റെ അപ്പൻ റിലയൻസ് പോയിട്ട് അവൻ അറിഞ്ഞില്ലേ? അതവൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അത് കാരണം ടിക്കറ്റ് അവനെടുത്ത്. എന്നാ വിളിച്ചേക്കാം. റിങ്ങണ്ട് എടുക്കണില്ല. എടുക്കുന്നില്ല അല്ലേ? കുളി കഴിഞ്ഞതേ ഉള്ളൂ. ആ കിളവനെങ്ങനെ കണ്ടുകഴിഞ്ഞ് തന്നെ പറഞ്ഞോട്ടാ. പിടിക്കാൻ പോയൊന്നും നേരത്തെ വന്നോ? വാടാ വാടാ. നട തുറന്നു കിടക്കുന്നു. വരൂ കോൽക്കാരെ. അംഗം കഴിഞ്ഞ ചേക്കവൻ കിടക്കണ കെടുപ്പ് കണ്ടാ. ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കാതെ ആ കഥയൊന്ന് പറയടാ. ഇവന്റെ ഈ കഥയൊക്കെ ചേർത്ത് വെച്ചേ ഒരു ബുക്ക് തന്നെ ഇറക്കാം. ആ വളരെ നന്നായിരിക്കും. എന്നിട്ട് അതിന് പേരിടാൻ കേട്ടോ. ഒന്ന് പോടാ. അവന്മാര് പലതും പറയും. നീ പറയടാ. അവളുടെ വീട്ടിൽ പോയിട്ട് പറയടാ. അയ്യോ ഇതെന്താ ഉപദ്രവിക്കരുത്. എന്താടാ പറ്റിയേ? Let's try something different today. Something different today. Right. Let's try something. അയ്യോ എന്താണ്? Wait, ഞാൻ ആരാ നോക്കിട്ട് ഇപ്പൊ വരാം. Keep quiet. അയ്യോ ഒന്നും പറയണ്ട മോളെ. നിന്റെ മമ്മ ആ കഴുത ലോണിന് കൊടുക്കേണ്ട ഗിഫ്റ്റ് എടുത്ത് വണ്ടിയെ വെച്ചില്ല. അതിവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. താങ്ക് യു ഡിയർ. മോള് വാതിലടച്ചേക്ക്. ഞങ്ങൾ വരാൻ അല്പം ലേറ്റ് ആവും. ആ പിന്നെ ഒരു കാര്യം, ഞങ്ങളിവിടെ ഇല്ലെന്ന് കരുതി കൂട്ടുകാർക്കൊപ്പം കറങ്ങാൻ പോകരുത്.
പപ്പയും മോക്ക് അറിയാവല്ലോ. ഉം. ഏതവനാടാ കറക്റ്റ് സമയത്ത് തന്നെ നിന്നെ വിളിച്ചേ? നീ ആരുമില്ലാത്ത മ്യൂസിക്കൽ എന്റർടൈൻമെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ തീർച്ചയായും ഗൗതമിനെ അറിയിക്കാം. അപ്പൊ ശരി. ഇതെന്താ ബാഗ് പാക്ക് ചെയ്ത് ഇവിടെ ഇറക്കി വിട്ടാ? ഏയ് ഇവന് ജോലി ശരിയായി പോണ്ടിച്ചേരിയിൽ. നീ വന്നിട്ട് ഇറങ്ങാനിരിക്കുന്നു. പോണ്ടിച്ചേരിയിലോ? ഗുഡ് ലക്ക് മാൻ. താങ്ക് യു. രക്ഷപ്പെട്. ആ കിളവന്റെ ആട്ടത്തിൽ കൂടുന്നുണ്ട് കേട്ടാ. മൈൻഡ് ചെയ്യണ്ടാ, നിന്റെ ഭാവി അമ്മായച്ചനല്ലേ. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത്. കളിയാ ഓമനക്കുട്ടനെ സ്ലീപ്പിംഗ് പാർട്ണർ ആക്കണോ അതോ നമ്മുടെ നീ പാർട്ട്ണർ ആക്കോ, കൂടെ കിടത്തോ, എന്ത് വേണേ അയക്കോ, എന്നെ വെറുതെ വിട്. ഇവന് ഏത് മറ്റവനാണ്? എടാ സണ്ണി, ഡാ എന്താണ് നിന്റെ അഭിപ്രായം? ഛെ, ഥു, ഥു. ആവലാവലാതി. അത്യാവശ്യമായിട്ട് ഓമനക്കുട്ടനെ വീട് വരെ പോണം. ആ ഇപ്പൊ തന്നെ പോവല്ലേ? എടാ പൊട്ട, അവൻ സൂയിസൈഡ് ചെയ്യാൻ പോവാന്ന്. ചക്കയാ വീണെന്ന് തോന്നുന്നു. പോയി നോക്ക് മനുഷ്യ. ഹലോ എടാ, എനിക്ക് ഇപ്പഴാ മെസ്സേജ് ചെയ്തിട്ട് ഞാനിവിടെ ഇറങ്ങി. ഞാൻ ഉടനെ എത്തും. ആ എടാ, എല്ലാവർക്കും ഈ മെസ്സേജ് തന്നെ എന്തെങ്കിലും അവൻ എന്തോ പറ്റിയിട്ടുണ്ട് ഉറപ്പാ. ഒന്നും മിണ്ടാണ്ടിരിക്കൂ. എന്റെ പൊന്നു ദേമേ, എന്തെങ്കിലും വായുന്നൊരു നല്ല കാര്യം കേട്ട് ചാവാൻ പറ്റും. എടാ നാറി. ഇവനെന്താ ഉലാത്തു? ഓവറാക്കരുത്. ഹലോ ഹായ്. ഓമനക്കുട്ട ഞാൻ സണ്ണി. എന്തുവാടി ചോദിക്കും. ഓമനക്കുട്ട പപ്പയും മമ്മിയൊന്നുമില്ലേ? അവരൊക്കെ ഡൽഹിയില. അതെ ഓമനക്കുട്ട, എനിക്കൊരു ഫേക്ക് മെസ്സേജ് വന്നു. നീ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നത്. എന്റെ ഫോണാന്ന് വിളിച്ചിട്ട് കിട്ടുന്നു. ഞാൻ ആകെ ടെൻഷൻ. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഓമനക്കുട്ടൻ നിന്നെ പോലെ നെഗറ്റീവ് ഒന്നുമല്ലെന്ന്. ഈ ബോഡി മുഴുവൻ ഫുൾ പോസിറ്റീവാ. അല്ലട, എന്റെ ബോഡിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. 2 ബോട്ടിൽ സ്ലീപ്പിംഗ് പിൽസാ കഴിച്ചത്. ഒരു മയക്കെങ്കിലും വരണ്ടേ? ഓമനക്കുട്ട എന്റെ പൊന്നേട്ട് ഇന്നെങ്ങാനും എത്തിക്കോ? വയറെഴുകാൻ പഠിച്ചല്ലോ അല്ലേ? ഇനിയുണ്ട് പഠിക്കാൻ. എങ്ങനെയുണ്ട് ഡോക്ടർ? ഇടോ, അയാൾ അവിടെ കിടന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം വെക്കുക. വയറ് കഴുകിയതല്ലേ, ഇപ്പൊ ഉടനെ ഒന്നും കൊടുക്കാൻ പാടില്ല. ദേ ഒന്ന് ഈ മരുന്നിന്റെ ബില്ല് അടയ്ക്കണം. എന്റെ ഓമനക്കുട്ട, നിനക്ക് ആരാ ഇതൊക്കെ വാങ്ങിച്ചെന്ന്? ഒന്നും കഴിക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് അങ്ങനെ പറയാം. വയറ്റിലുണ്ടായിരുന്ന ഫുള്ള് കളയുകയും ചെയ്തു. എനിക്ക് പിന്നെ വിശക്കൂലേ? ഓമനക്കുട്ട, എന്ത് പണിയായി കാണിച്ചത്? ഞാനിത് അതല്ല, സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചത്. ആ ക്യാഷിന് ക്യാഷ്, കാറിന് കാറ്. നിനക്ക് എന്തിന്റെ കുറവുണ്ടായിട്ട് ഓമനക്കുട്ട? സ്വന്തമായിട്ടൊരു ജോലി, സ്വന്തം കാലം നിൽക്കാൻ ശ്രമം നടത്തി, അത് പാളിപ്പോയി. പിന്നെ മരിയ, അവൾക്കും എന്നെ വേണ്ട. പോട്ടെ ഓമനക്കുട്ട, എല്ലാം ശരിയാവും. ഞങ്ങളൊക്കെ ഇല്ലേ? സത്യം സത്യം. എന്തൊരു കൂതറ മുറിയാണിത്. മനുഷ്യന് ബോധമില്ലാന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന് കിടന്ന സ്ഥലം ഇതാ. വേറെ നല്ല മുറിയിലും കിട്ടും നോക്കിയാ. ചെല്ലേ പോ, ചെല്ലേ. നോക്കിയിട്ട് വരാം.
ഹായ്. ഹായ്. പെർഫ്യൂം ഉപയോഗിക്കും അല്ലേ? ആ. ഇപ്പൊ ഉപയോഗിക്കുന്ന പെർഫ്യൂം മാറ്റി ഉപയോഗിച്ചൂടെ? വേറെ ഏതെങ്കിലും ഇതൊരു സുഖമില്ല. 1500. 1500 അല്ലേ? ഉം. മോനെ ഗൗതമേ, ചേട്ടന്റെ പേഴ്സ്. ചേട്ടന്റെ പേഴ്സ്. ഈ പെമ്പിള്ളേർക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞാൽ ശരിയാണല്ലേ? ഏ? കറക്റ്റാണ്. ചേച്ചിയല്ല. സോറി. അല്ലേ ഓമനക്കുട്ടനെ പോലത്തെ ഒരു ബിഗ് ഷോട്ടിന് ആരെങ്കിലും വേണ്ടെന്ന് പറയും. ഓമനക്കുട്ടന് എന്താ ഒരു കുറവ്? ഓമനക്കുട്ടിന് കുറച്ച് ബുദ്ധിയുടെ കുറവുണ്ട്. ഏയ് കുറച്ച്. പക്ഷെ ഒന്ന് ഗൈഡ് ചെയ്ത് കഴിഞ്ഞാലേ ശരിയാവും. ശരിയാവും. അതെ, ആ. ഈ മാസത്തെ ആ. ഈ മാസത്തെ ചെലവിന് ആർത്ത് വിട്ടതുണ്ട്. അത് നമുക്ക് ഓമനക്കുട്ടനോട് പറഞ്ഞ് ശരിയാക്കാം. അത് നീ അവന്റെ വീട്ടിൽ പോയി ശരിയാക്കിയാൽ മതി. ഇപ്പൊ നീ ഒരു ഓട്ടോ വിളി. വീട്ടിലോട്ടാ? ആ ഒന്നും ശരിയാവില്ല. ഇപ്പൊ അവന്റെ പാരന്റ്സ് വല്ല അവിടെ ഇല്ലാത്താണ്. ഇനി ഇതുപോലത്തെ വല്ല പരിപാടികൾ ചെയ്താലോ? അതിന് അവന്റെ വീട്ടിൽ സർവൻസ് ഒക്കെ ഉണ്ട്, അത് അവർ നോക്കിക്കോളൂ. സെർവൻസിനെ ഏൽപ്പിക്കാനാ? അവൻ നമ്മുടെ ഫ്രണ്ട് അല്ലടാ. എന്ത്? മോൻ പറയൂ, നമ്മളിപ്പോ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവനെ കൊണ്ടുപോകുന്നു. എങ്ങോട്ട്? നമ്മുടെ റൂമിലേക്ക്. മിസ്റ്റർ ഡൊമിനിക്, താങ്കൾക്ക് അവന്റെ ക്യാരക്ടർ എന്നിട്ട് അറിയാൻ പാടില്ലാത്തതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തോന്ന് ക്യാരക്ടറാ? ഗിറ്റാർ വാങ്ങാനും പൈസ കടം തരാനും ഓമനക്കുട്ടം വേണം. ഇപ്പൊ അവൻ ഒരു ആവശ്യം വന്നപ്പോ അവന്റെ ക്യാരക്ടർ ശരിയല്ല. നിന്റെ ക്യാരക്ടറാ ശരിയല്ലാത്തത്. ബ്ലഡി ഫൂൾ. നമ്മൾ അവനെ കൊണ്ടുപോകുന്നു. ഓമനക്കുട്ടന്റെ കംപ്ലീറ്റ് റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാം. പ്രതീക്ഷത്ര പോരാ, ചെറുതായി. ആ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. വാ വാ. നാടൻ പോയപ്പോ ബുൾഡോഗ്. ഡോ അവനോടൊന്ന് പതുക്കെ കയറാൻ പറ. 4 കുറഞ്ഞ അവന്മാർക്കൊന്നും ഉറക്കം വരില്ലേ?